സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നതിന് EMI ഏർപ്പെടുത്തണമെന്ന് ആവശ്യപ്പെടുന്നു. സ്വർണ്ണാഭരണങ്ങൾക്ക് മാത്രമാണ് EMI ഏർപ്പെടുത്താതെ സർക്കാർ മുന്നോട്ട് നീങ്ങുന്നത്. മറ്റെല്ലാ വസ്തുക്കൾക്കും EMI ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്വർണത്തിൻ്റെ ക്രമാതീതമായ വിലവർധനവ് ഉപഭോക്താക്കളെ കൂടുതൽ സ്വർണത്തിലേക്ക് പർച്ചേസ് പവർ കൂട്ടുന്നതിന് വേണ്ടി EMI ഏർപ്പെടുത്തണമെന്നാണ് ഈ മേഖലയിലെ പ്രധാന ആവശ്യം. വീട്ടുപകരണങ്ങൾക്കും ഫർണിച്ചറുകൾക്കും ഇപ്പോൾ വീടുകൾക്ക് പെയിൻ്റ് അടിക്കുന്നതിന് വരെ EMI ഏർപ്പെടുത്തിയ ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നതിന് മാത്രമാണ് EMI ഏർപ്പെടുത്താതെ മുന്നോട്ട് നീങ്ങുന്നത്. ഇത് സംബന്ധിച്ച് കേന്ദ്ര ധനകാര്യമന്ത്രിക്ക് അസോസിയേഷൻ നിവേദനം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബാർ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഈ സ്വർണത്തിന് EMI ഏർപ്പെടുത്താതെ മുന്നോട്ട് നീങ്ങുന്നത്. റിസർവ് ബാങ്ക് അതിന് ഒരു അനുകൂല നിലപാട് സ്വീകരിക്കണമെന്നുമാണ് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. സ്വർണത്തിന് EMI ഏർപ്പെടുത്തുമ്പോൾ പണപ്പെരുപ്പം ഉണ്ടാകുന്നു, പണപ്പെരുപ്പം വർദ്ധിക്കുമെന്നൊക്കെയുള്ള ഒരു സൂചനകളൊക്കെയാണ് പലരുടെ ഭാഗത്തു നിന്നും വരുന്നത്. അതൊക്കെ അതിനെ മറികടക്കാനുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. സ്വർണത്തിന് EMI ഏർപ്പെടുത്തുമ്പോൾ അതിന് നിശ്ചിത തുക മാത്രമാണ് കൊടുക്കുന്നത്. സിബിൽ സ്കോർ അനുസരിച്ചാണ് ഏത് ആൾക്കും EMI കൊടുക്കുന്നത്. സ്വർണത്തിനും അതേ നിലപാട് സ്വീകരിക്കുമ്പോൾ ഇത് ഈ വിപണിക്ക് കരുത്തേകാനും സ്വർണ്ണവിലയുടെ ക്രമാതീതമായ വിലവർധനവ് ഒരു പരിധിവരെ ഉപഭോക്താക്കൾക്ക് ഗുണകരമാകുന്ന സ്ഥിതിയിലേക്ക് പോകും. അതുകൊണ്ട് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നതിന് EMI ഏർപ്പെടുത്തണമെന്ന് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻസ് അസോസിയേഷൻ ആവശ്യപ്പെടുന്നു.